ഇന്ന് മുട്ട കൊണ്ടുള്ള ഒരു പരീക്ഷണമായിരുന്നു. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് മുട്ട ഒന്ന് വേവിച്ച് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ സൈഡായിട്ടാണെങ്കിലും ഇനി ഇത് വെറുതെ തന്നെ കഴിക്കാനാണെങ്കിലും നല്ലതാണ് കേട്ടോ. അപ്പോൾ റീൽസിൽ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു പരീക്ഷണം ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് തോന്നിയത്. അപ്പോൾ മുട്ടയൊക്കെ വേവിച്ച് വെച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ട ഒരു മസാലയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളകും അതുപോലെ പെരിഞ്ചീരകവും നല്ല ജീരകവും പിന്നെ ഒരു കൈ നിറച്ച് മുഴുവൻ മല്ലിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു പിടി കപ്പലണ്ടിയും കൂടി ഇട്ടിട്ട് ഇതുപോലെ നന്നായി റോസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ലാസ്റ്റ് ചേർക്കുന്നത് കുറച്ചധികം വേപ്പിന്റെ ഇലയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അധികം ഉണ്ടായിരുന്നു, എന്നാലും ഉള്ളത് മുഴുവൻ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നമുക്ക് അതൊന്നിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചൂടാക്കിയിട്ടുള്ളത് നന്നായി തണുത്തിട്ട് വേണമല്ലോ നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മുട്ടയൊന്ന് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുട്ട ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ പൊടി നല്ല പോലെ തന്നെ മുട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും തിരിച്ചിട്ടിട്ട് നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ പൊടിമുട്ട റെഡി ആയിട്ടുണ്ട്.